ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 10ാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിലെ ലൈൻ ആൻഡ് പോയിന്റ് എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ചിത്രത്തില് നമുക്ക് കാണാം കുറെ കോഡ്സ്, ഇതെല്ലാം ഞാണുകളാണ്. പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ് വിതിൻ ദ സർക്കിൾ. ഒരു പോയിന്റ്, ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അതും വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവിൽ കൂടി ഈ ഞാണുകളെല്ലാം കടന്നു പോകുന്നു. അപ്പൊ ഈ ഞാണുകൾ രണ്ടായിട്ട് വായിക്കുന്നുണ്ട്. നോക്കെ, ഓരോ ഞാണുകൾ ഇവിടം വരെ ഒന്ന്, പിന്നെ രണ്ടാമത്തെ പാർട്ട്. ദ പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് ഇൻറ്റു 2 parts. പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് കോഡ് ഇൻറ്റു, ഈ പോയിന്റ്, ഈ കോഡിനെ, ഈ ഞാണുകളെ രണ്ടായിട്ട് വായിക്കുന്നു. അപ്പൊ നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എന്താ പറയാൻ കഴിയും? ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ഈച്ച് പെയർ ഓഫ് ദീസ് പാർട്സ് ഈസ് ദ സെയിം. അതായത് ഓരോ കോഡിന്റെയും രണ്ട് പാർട്ടുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എല്ലാ കോഡിന്റെയും നമ്മൾ പ്രോഡക്റ്റ് ഓഫ് 2 parts എടുക്കുകയാണെങ്കിൽ അവയെല്ലാം ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് കോഡിന്റെയും എന്താണ് പാർട്സിന്റെ പ്രോഡക്റ്റ്. ഇപ്പൊ 3 into 4 അല്ലെ 4 into 3 12 ആണെങ്കിൽ എല്ലാത്തിന്റെയും എന്താണ് 3 into 4 ആയിരിക്കത്തില്ല. സംഖ്യകള്, അകലങ്ങള് വ്യത്യാസമല്ലേ? ഇവിടെ ഓക്കെ, ഇവിടെ ചെറിയ അകലം, ഇവിടെ അതിന് വരെ അപ്പുറത്തെ സൈഡ് ഇച്ചിരി കൂടിയ അകലം. പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് ഭാഗങ്ങളുടെയും ഗുണനഫലം ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ? ലെങ്തും ബ്രെഡ്ത്തും വ്യത്യാസമാണെങ്കിൽ അവയുടെ ഏരിയ തുല്യമായിട്ട് വരുന്ന കേസുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഈ കോഡുകളുടെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് 2 parts ഇത് സെയിം നമ്പർ. എല്ലാ കോഡുകളുടെയും പ്രോഡക്റ്റ് ഓഫ് 2 parts എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ഡയമീറ്റർ ആണ്. കണ്ടേ, ഇത് ഡയമീറ്റർ ആണ്. പാസ് കണ്ട, ഡയമീറ്റർ ഇസ് ദ ലാർജസ്റ്റ് കോഡ് വിച്ച് പാസസ് ത്രൂ ദ സെന്റർ. അപ്പൊ നമുക്ക് ആ ഡയമീറ്റർ മാത്രം എടുക്കാം. ആ ചിത്രത്തിൽ നിന്ന് ഡയമീറ്റർ മാത്രം എടുത്ത്, അപ്പം ഡയമീറ്റർ പാസസ് ത്രൂ ദ സെന്റർ. അപ്പൊ ഇതെന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. എന്താണ് റേഡിയസ്? ആർന്ന് കൊടുക്കുക, സ്മോൾ ആർ. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ്, അതും റേഡിയസ്. 2 റേഡിയസ് ഈക്വൽസ് ഡയമീറ്റർ കൊടുക്കുന്നത്. സെന്ററിൽ നിന്ന് ഈ കോഡ് വരെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് ഡി എന്ന് കൊടുത്തു. ഡി മീൻസ് നോട്ട് ഡയമീറ്റർ, ഇറ്റ് ഈസ് ഡിസ്റ്റൻസ്. മൊത്തം റേഡിയസ് ഇവിടം വരെയാണ്. അതിൽ ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ ഭാഗത്തിന് എന്തോ കൊടുക്കാം? R minus D. റേഡിയസിൽ നിന്ന് ഈ അകലം മനസ്സിലാവുന്നുണ്ടോ? ഈ അകലമാണ് നമ്മൾ ഡി എന്ന് കൊടുത്തത്. ആ അകലം ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ് ആണ്. കണ്ടേ, ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ്. ഈ അകലം ഡി. അപ്പൊ ഈ ചെറിയ അകലം കാണുന്നത് എങ്ങനെയാ? R minus D. അപ്പൊ നമുക്ക് ആ ചെറിയ അകലം R minus D എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം എന്തായിരിക്കും? ഇവിടം വരെ R, ഇവിടം വരെ D എന്തായിരിക്കും? R plus D ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ചെറിയ അകലം R minus D, ഇവിടം തൊട്ട് ഉള്ള റേഡിയസ് ഈ ചെറിയ ലെങ്ത് D, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം R. അപ്പൊ മൊത്തത്തില് ഇവിടം തൊട്ട് ഈ കോഡ് വരെ ടച്ച് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R plus D യും അതിന് ബാക്കിയുള്ള ഭാഗം, ആ കോഡിന്റെ ബാക്കിയുള്ള ഭാഗം R minus D എന്ന് കിട്ടുന്നു. അപ്പൊ R plus D into R minus D യുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? R plus D into R minus D. എത്ര കിട്ടും? A plus B into A minus B. A square minus B square. അതായത് R square minus D square എന്ന് കിട്ടും. നമുക്കിപ്പോ ഇനി ഈ കോഡിന് നമുക്ക് പേരൊക്കെ കൊടുക്കാം. നമുക്കൊരു റിലേഷൻ എഴുതാം. കോഡിന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ വൈ എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് പി എന്ന് കൊടുക്കാം. ഈ അകലമാണ്, ഞാൻ ഇങ്ങോട്ട് എഴുതാം R minus D. അപ്പോഴ് എക്സ് പി, ഈ പോയിന്റ് പി, ഇവിടെ വൈ. ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചു തരാം. ഇത് സെന്റർ ഉണ്ട്. ആ ഡയമീറ്ററിന്റെ ഡയമീറ്റർ ഇത്രയാണ്. ഇവിടെ തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെയാണ് കോഡ് ടച്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെയാണ് കോഡ് ടച്ച് ചെയ്യുന്നത്.
അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റേഡിയസ്, ഈ ചെറിയ ഡിസ്റ്റൻസ് ഡി എടുത്ത്, അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ് അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ്, 2 റേഡിയസ് ഈക്വൽ ഡയമീറ്റർ, അപ്പൊ ആർ മൈനസ് ഡി. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര? ആറും ഡിയും കൂടെ കൂട്ടുമ്പോൾ ആർ പ്ലസ് ഡി. അപ്പൊ കോഡിന്റെ രണ്ട് ഭാഗങ്ങൾ എന്തായിട്ട് മാറും? ആർ പ്ലസ് ഡിയും ആർ മൈനസ് ഡിയും ആയിട്ട് മാറും. കണ്ടേ, ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി എത്രയായിരിക്കും? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അപ്പൊ നമ്മൾ ആ കോഡിന് കണ്ടേ ഇങ്ങനെയല്ലേ വരുന്ന കോഡിന് എക്സ്, സോറി ഇവിടെ എക്സ് ആണ്, എക്സും ഇവിടെ പിയും ഇവിടെ വൈയും കൊടുത്താൽ പി മുകളിലോട്ട് എഴുതാം. ഞാൻ പാർട്ടായിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് ആർ പ്ലസ് ഡിയും ഇവിടം തൊട്ട് സർക്കിളിന്റെ പോയിന്റ് തൊട്ട് ഇവിടം വരെ കോഡിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വരെ ആർ പ്ലസ് ഡിയും, പിന്നെ പി തൊട്ട് സർക്കിൾ വരെ ടച്ച് ചെയ്യുന്ന പോയിന്റിന് ആർ മൈനസ് ഡി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് കോഡാ വരുന്നത്. നോക്കിക്കേ, ഇതൊരു കോഡ്, ഇത് മറ്റേ കോഡ്. അപ്പം പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ഇത് കിട്ടും. ഇവിടെ നമുക്കൊരു റിലേഷൻ കിട്ടുന്നുണ്ട്. എന്താണ് ആ റിലേഷൻ? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി. മനസ്സിലായോ? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി. ദാറ്റ് ഈസ് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അപ്പം ഇത് ഒരു റിലേഷൻ ആണ്, നമ്മൾ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കണം. ഫോർ എനി കോഡ് എക്സ് വൈ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ പാസിംഗ് ത്രൂ എ പോയിന്റ്, ഒരു പോയിന്റിൽ കൂടി പോകുമ്പോൾ വിതിൻ ദ സർക്കിൾ, സർക്കിളിനകത്ത് ഒരു പോയിന്റിൽ കൂടി പോകുകയും അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ സെന്റർ, കേന്ദ്രത്തിൽ നിന്ന് ഡി അകലത്തിലുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിലേഷൻ എന്താണ്? പി എക്സ് ഇൻറ്റു പി വൈ. ഈ കോഡിന്റെ രണ്ട് കഷ്ണങ്ങളുടെ ഗുണനഫലം ഡയമീറ്ററിന്റെ രണ്ട് കഷ്ണങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ സെന്ററും കഴിഞ്ഞ് ഇവിടം വരെ വരുന്നുണ്ട് അല്ലെ, സെന്ററും കഴിഞ്ഞ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇവിടെ റേഡിയസ് സെന്റർ വരെ. അപ്പൊ ആ റിലേഷനാണ് നമ്മൾ എഴുതിയത്. ഒന്നുകൂടെ പറയാം, ആ പ്രോപ്പർട്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഫോർ എനി കോഡ് എക്സ് വൈ ഓഫ് എ സർക്കിൾ, മനസ്സിലാവുന്നുണ്ടോ? എനി കോഡ് എക്സ് വൈ, കോഡ് ഈസ് എക്സ് വൈ. ഈ കോഡിന് പേര് കൊടുത്തില്ല എന്നേ ഉള്ളൂ. എനി കോഡ് എക്സ് വൈ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, ഇതിന്റെ റേഡിയസ് എത്ര? ആർ. പാസിംഗ് ത്രൂ എ പോയിന്റ് പി, കണ്ടോ, ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. വിതിൻ ദ സർക്കിൾ, അത് സർക്കിളിനകത്ത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. സർക്കിളിനകത്ത് കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസും റേഡിയസും ഒക്കെ ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സസൈസിൽ കിടപ്പുണ്ട്. നമുക്ക് ചെയ്യാം, അന്നേരം കൂടുതൽ മനസ്സിലാവും. പാസിംഗ് ത്രൂ എ പോയിന്റ് പി വിതിൻ എ സർക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ സെന്റർ. കണ്ടോ, ഈ ഡിസ്റ്റൻസ് ഡി ആണ്, സെന്ററിൽ നിന്നുള്ള അകലം ഡി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുന്ന റിലേഷൻ ആണ് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, വേർ ആർ ഇസ് ദ റേഡിയസ് ആൻഡ് ഡി ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. ഇതാണ് ആർ ഈസ് ദ റേഡിയസ് ആൻഡ് ഡി ഡയമീറ്റർ അല്ല, ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. ഈ റിലേഷൻ ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? കാണാപ്പാടം ഒന്നും പഠിച്ചു വെക്കരുത്. എന്താണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? ഒരു കോഡ് എന്താണ്? ഒന്നുകൂടി പറയാം. ഒരു കോഡിന്റെ റേഡിയസ് ആർ ആകുകയും ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ കൂടാതെ എന്താ ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ തന്നിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. റേഡിയസ് ആർ ഉണ്ട്, ഒരു പോയിന്റ് പി ഒരു പ്രത്യേക പോയിന്റിൽ കൂടി കടന്നു പോകുന്നു, ആ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഉണ്ട്, ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന സർക്കിളിനകത്താണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡയമീറ്റർ അല്ലാത്ത മറ്റേ കോഡിന്റെ 2 പാർട്സിന്റെ പ്രോഡക്റ്റ്
ഏതിന് ഈക്വൽ ആണ്? റേഡിയസ് സ്ക്വയർ മൈനസ് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ സ്ക്വയർ. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. കുറെ കോഡുകൾ നമുക്ക് കാണാം വൃത്തത്തിനകത്ത്. 1, 2, 3, 4 കോഡ് ഞാനുകൾ. ഈ 4 കോഡും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റില് മീറ്റ് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കുമ്പോൾ പി ഈസ് ദ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ ഈ കോഡുകളെല്ലാം പുറത്തൊരു ബിന്ദുവിൽ വന്നോ ഇന്റർസെക്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. എന്നിട്ട് സർക്കിളിനകത്തോട് ഈ പോയിന്റിൽ നിന്ന് പോകുന്ന ഞാണുകളാണ്. ലൈൻസ് എല്ലാം വൃത്തത്തിനകത്തൂടി കയറി അടുത്ത പോയിന്റിൽ, വൃത്തത്തിന്റെ അടുത്ത പോയിന്റിൽ വന്ന് മുട്ടുന്നു. ഉണ്ടോ? 4 കോഡുകൾ. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി എല്ലാ കോഡുകളും കളഞ്ഞിട്ട് 2 കോഡുകൾ മാത്രം എടുക്കുന്നു. നമുക്കിവിടെ ഒരു റിലേഷൻ കിട്ടും. എന്താണ്? നമ്മൾ 2 കോഡുകൾ മാത്രം എടുക്കുന്നു. ഇതിൽ നിന്ന് 2 കോഡുകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ആ 2 കോഡുകളും എടുത്ത് നമ്മൾക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഈ കോഡുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? പി ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ എന്നും, ഇവിടെ ബി എന്നും, ഇവിടെ സി എന്നും, ഇവിടെ ഡി എന്നും പേര് കൊടുക്കാം. അപ്പം സി ഡി ആൻഡ് എ ബി ആർ ദ 2 കോഡ്സ് എക്സ്റ്റെൻഡഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഇന്റർസെക്ടിങ് അറ്റ് ദ പോയിന്റ് പി. അപ്പം സി ഡി എന്ന ഞാണും എ ബി എന്ന ഞാണും പുറത്തൊരു ബിന്ദുവില്, അതായത് പി എന്ന ബിന്ദുവിൽ വന്ന് ഗണിച്ചിരിക്കുവാണ് അല്ലെ? നമുക്ക് അത് കാണാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിട്ടും. നമ്മൾ അകത്തുള്ളത് നമ്മൾ പഠിച്ചു. എന്താണ് ആ റിലേഷൻ? നമ്മൾ പഠിച്ചു. ഇനി പുറത്തുള്ളതിന്റെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആ റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു പ്രൂഫൊക്കെ ഉണ്ട്, കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യാനുണ്ട്. സിമിലർ ട്രയാങ്കിൾസ് വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനുവേണ്ടി നമ്മൾ ജോയിൻ ബി സി ആൻഡ് എ ഡി. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിൾ പി എ ഡി, ട്രയാങ്കിൾ പി എ ഡി, ട്രയാങ്കിൾ പി സി ബി. ഈ 2 ട്രയാങ്കിളും ആംഗിൾ പി കോമൺ അല്ലേ? നോക്കിക്കേ, ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. രണ്ടിനും കോമൺ ആംഗിൾ ആണ് പി. പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. ഈ 2 ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾസിന്റെ സെയിം ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. നമ്മളിപ്പോ അല്ലെ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, എ സി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആംഗിൾസിന്റെ സെയിം സെഗ്മെന്റ് എന്ന് പറയാം. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. അപ്പൊ 2 ആംഗിൾ ഈക്വൽ ആയി കിട്ടി അല്ലെ? 2 ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ? ട്രയാങ്കിൾസ് സിമിലർ ആണ്. ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ ഓർ ദേ ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ എന്ന് പറയാം. അപ്പം നമുക്ക് 2 ട്രയാങ്കിൾ സിമിലർ എന്ന് കിട്ടും. 2 ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ പി എ ഡി സിമിലർ, ഈ ചിഹ്നം സിമിലർ ആണ്. ട്രയാങ്കിൾ പി സി ബി. ഇപ്പൊ ട്രയാങ്കിൾസ് സിമിലർ ആകുമ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് sides are in the same ratio. They are scaled by same factor. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? പി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എ ഡി, ഇവിടെ ഡി എന്ന ആംഗിളിന്റെ ആദ്യം പി എ ഡി എടുക്കാം. ഡി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി എ. അപ്പം പി എ ബൈ ഇവിടെ ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതല്ലേ ആംഗിൾ, സൈഡ് ഇത് ട്രയാങ്കിൾ, ഇത് സൈഡ്. ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് പി സി. പി എ ബൈ പി സി ഇസ് ഈക്വൽ ടു, നോക്കിക്കേ. പിന്നെ അടുത്ത ആംഗിൾ ഏതാണ് ഈക്വല്? 2 ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാല് 3ാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ? പി എ ഡിയില് ഈ എ എന്ന ആംഗിളും ഇവിടെ ഏതാണ് ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എടുക്കാം. എന്താണ് ആംഗിൾ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി എ ഡിയില് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് പി ഡി. പി ഡിയും
സി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, സി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി എ ഡി, പി സി, സോറി ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നത്, പി സി ബി, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി ബിയുമാണ് കേട്ടോ. ദേ ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ബി. ഈ റിലേഷൻ ആണ് കിട്ടുന്നത്. ഇതൊന്നും കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കരുത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രം. എന്താണ്ട് ഈ എന്താണ് എ ബി ഞാനാണ്, ആ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയെ ഓർക്കുക, പി എന്ന പുറത്തെ ബിന്ദുവിൽ നിന്ന് സർക്കിൾ വരെയുള്ള അകലം ഇൻറ്റു പി എന്ന പോയിന്റിൽ നിന്ന് മൊത്തം നീളം പി ബി ഈക്വൽ പി എന്ന പോയിന്റിൽ നിന്ന് സർക്കിൾ വരെയുള്ള അകലം പി സി, പി എന്ന പോയിന്റിൽ നിന്ന് മൊത്തം നീളം പി ഡി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. For all lines through a point outside a circle intersecting the circle at 2 points, the product of the distance from the point to the point of intersection with the circle is the same number. അപ്പോൾ ഇത്ര ഓർത്തിരിക്കാൻ മതി. പി എ ഇൻറ്റു പി ബി മൊത്തം നീളം, പി സി ഇൻറ്റു പി ഡി, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ റേഡിയസ് ആറും ഡിയും വെച്ച് നമുക്ക് ഈ റിലേഷൻ എഴുതാം. അപ്പോൾ നേരത്തെ റിലേഷനിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്തത് സെന്ററിൽ നിന്ന് ഇവിടം വരെ റേഡിയസ് 6. ഈ മൊത്തം നീളം ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തം നീളത്തിന് എന്ത് കൊടുക്കുന്നു? ഡി എന്ന് കൊടുക്കുന്നു. ഇതാണ് ഡി എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ നീളം ഇവിടം തൊട്ട് ഇവിടം വരെ റേഡിയസ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഡി. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? ഡിയിൽ നിന്ന് 6 കുറച്ചത് അല്ലെ? ഡിയിൽ നിന്ന് 6 കുറച്ചത്, ഡി മൈനസ് ആ. ഞാൻ ഈ പ്രത്യേകമായിട്ട് എടുത്ത് ഇങ്ങോട്ട് എഴുതാം. സെന്ററിൽ നിന്ന് ഇവിടം വരെ 6, ഇവിടം വരെ 6. അപ്പം ഇവിടം തൊട്ട് ഡി, ഇവിടം തൊട്ട് മൊത്തം ഇവിടം വരെ. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? മൊത്തം ഡി ഇവിടം വരെ 6. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഡി മൈനസ്. മനസ്സിലായോ? ഡി മൈനസ്. ഇനി നമുക്ക് ഇവിടം വരെ അല്ലേ വന്നേ, ഇനി ഇങ്ങോട്ട് ഇത് റേഡിയസ് ആണല്ലേ, അത് റേഡിയസ്. ഇവിടം വരെ ഡി, അപ്പൊ ഇത് എന്താണ്? 6ആണ്. അപ്പൊ ഈ ലെങ്ത് എത്ര വരും? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ലെങ്ത് എത്ര വരും? നമുക്ക് ഡിയും, അപ്പൊ മൊത്തം നീളം ഇവിടം വരെ ഡി, ഇവിടം വരെ 6. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഡി പ്ലസ്. അപ്പൊ ഞാൻ ഈ സെന്റർ വരെയുള്ള കാണിച്ചിട്ടുള്ളൂ. പുറത്തോട്ട് എഴുതാം. ഇവിടെ 6, ഇവിടെ 6, പിന്നെ ഇതിങ്ങോട്ട് നമ്മൾ പുറത്തോട്ടുള്ളത്. അപ്പം ഇവിടെ സർക്കിൾ എങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇവിടെ സർക്കിളിന്റെ പോയിന്റ് മൊത്തം ഞാൻ കാണിക്കുന്നില്ല, കട്ടിങ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പം ഇവിടെ എത്ര? ഡി മൈനസ് ആ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം ഡി, ഡി മൈനസ് ആ. അപ്പൊ ഇത് 6ആണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം നീളം, ഇവിടം വരെ ഡി, ഇവിടെ 6, ഇവിടം തൊട്ട് അങ്ങോട്ട് 6. അപ്പൊ ഇത് എത്ര വരും? മൊത്തം നീളം ഡി പ്ലസ് 6 വരും. മനസ്സിലായോ? മൊത്തം നീളം ഡി പ്ലസ് 6. അപ്പം ഇവിടെ നമുക്ക് ഡി മൈനസ് 6 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടം തൊട്ട് ഈ പുറത്ത് നിന്ന് ഈ സർക്കിളിന്റെ മറ്റേ എൻഡ് വരെ ടച്ച് ചെയ്യുന്ന പോയിന്റ് വരെ നമുക്ക് എന്ത് കിട്ടി? ഡി പ്ലസ് 6 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇവിടെയും നേരത്തെ കണക്കൊരു റിലേഷൻ എഴുതാം. അപ്പൊ ഞാനിവിടെ ഒരു കോഡ് വരയ്ക്കുന്നു. കോഡ് വരയ്ക്കുന്നു.
അപ്പൊ ഇവിടെ നേരത്തെ കൊടുത്താണ് എക്സ് എന്നും പിന്നെ ഇവിടെ ഇവിടെ വൈ ഇവിടെ എക്സ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ പി എക്സ് വൈ ഇതാണ് പി എക്സ് വൈ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് നോക്കിക്കേ പി എക്സ് ഇൻറ്റു പി വൈ, അതായത് വൃത്തം വരെയുള്ള പോയിന്റ്. ഇവിടെ വൃത്തം വരെയുള്ള എന്താണ് ഡി മൈനസ് ആറിൽ ഏതാ നോക്കിക്കേ, ഇത് വൃത്തത്തിനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കാം. അപ്പൊ വൃത്തം വരെയുള്ളത് ഡി മൈനസ് ആർ ഇൻറ്റു പി എക്സ് ഇൻറ്റു പി വൈ ആണ്. പി വൈ എന്ന് പറഞ്ഞാൽ മൊത്തം നീളം പി തൊട്ട് വൈ വരെയുള്ള, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം നമുക്ക് എന്ത് ഡി പ്ലസ് ആർ എന്ന് കിട്ടി. ഇതൊക്കെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവത്തില്ല, എല്ലാത്തിലും കൂടെ ബുദ്ധിമുട്ടും. ഡി പ്ലസ് ആർ നമ്മൾ കണ്ടുപിടിച്ചാൽ അപ്പൊ ഡി മൈനസ് ആർ ഇൻറ്റു ഡി പ്ലസ് വരുമ്പോ എന്ത് വരും? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ്, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രീതിയിൽ പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പം if a line from a point P outside a circle of radius R at a distance D from the center cuts the circle at X and Y, then Px into Py is equal to D square minus R square, where D is the distance ആണ്, R is the radius. അപ്പൊ നമുക്ക് മനസ്സിലായിക്കോളൂ Px into Py is equal to എന്താണ് ഡി സ്ക്വയർ. ഡി എത്രയാണ് കാണിച്ചിരിക്കുന്നത്? എവിടം തൊട്ട് ഇവിടം വരെയുള്ളതാ? ഇവിടം തൊട്ട് പുറത്ത് നിന്ന് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് ഡി എന്ന് പറഞ്ഞത്. എന്താണ് പുറത്തെ പോയിന്റിൽ നിന്ന് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. നമുക്ക് അതുകൊണ്ട് എഴുതാം ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് outside the circle to the center. മനസ്സിലായിക്കോണം കേട്ടോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ടു ദ സെന്റർ. അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ പുറത്തെ ബിന്ദുവിൽ നിന്ന് അകത്ത് ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയാ ഡി എന്ന് പറയുന്നത്. ഡി പ്ലസ് ആർ എന്ന് പറയുന്നത് പുറത്ത് നിന്ന് ഈ രണ്ടാമത്തെ എൻഡ് വരെ, അതായത് ഈ സർക്കിളിന്റെ എന്താണ് ഇതിപ്പം കോഡല്ലേ, ആ കോഡിന്റെ മറ്റേ എൻഡ് വരെയുള്ള ലെങ്ത് ആണ് ഡി പ്ലസ് ആർ എന്ന് പറയുന്നത്. ഇതും പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമുള്ള പ്രോപ്പർട്ടിയാണ്, നല്ലപോലെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഇത് ടാൻജന്റ് ആണ്, പി ടി ഇസ് ദ ടാൻജന്റ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ തൊട്ട് സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഡി, ഇത് ആർ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓ ആയിട്ട് കേന്ദ്രവുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ 90 ഡിഗ്രി അല്ലേ ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. അപ്പം ഇത് പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ, ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് ഒ പി അല്ലേ, ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, റേഡിയസ് അല്ലേ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പി ടി അല്ലേ, ഹൈപ്പോട്ടനൂസ് ബേസ് ഓൾട്ടിറ്റ്യൂഡ് പി ടി സ്ക്വയർ. അപ്പൊ ഒ പി എന്ന് പറയുന്ന ഒ പി തൊട്ട് ഓ വരെയുള്ള ഡി സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ പ്ലസ് പി ടി സ്ക്വയറിന് കിട്ടും. അപ്പൊ പി ടി സ്ക്വയർ എത്ര? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. പി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമ്മൾ എന്താണ് ബൈ പൈതഗോറസ് തിയറം.
ഇപ്പം റൈറ്റ് ആംഗിൾ ആയില്ലേ, ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് ദ റേഡിയസ് ഈസ് 90 ഡിഗ്രി. പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് പി ടി സ്ക്വയർ ഈക്വൽസ് ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്കിനി ഈ റിലേഷന് തന്നെ പേരൊക്കെ കൊടുത്താലോ? നേരത്തെ വരച്ച ചിത്രത്തെ ഈ രൂപത്തിൽ ആക്കി. ഇവിടെ പേര് കൊടുത്ത് എക്സ്, ഇവിടെ വൈ. അപ്പം ഒ പിയുടെ നീളം നമുക്കറിയാം, ഡി അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ റേഡിയസാ, അപ്പൊ മൊത്തം നീളം ഡി പ്ലസ് ആർ ആണ്. അപ്പൊ പി ടിയുടെ നീളം നമുക്ക് കിട്ടി, എന്താണ്? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ പി എക്സ് ഇൻറ്റു പി വൈ, പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ പി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇത് റേഡിയസ് അല്ലേ, ഈ ലെങ്ത് എത്ര? ഇവിടം വരെ പി. ഒ പി ഇസ് ഈക്വൽ ടു പി, ഒ എക്സ് ഇസ് ഈക്വൽ ടു റേഡിയസ്. അപ്പൊ പി എക്സ് എത്ര വരും? പി എക്സ് ഇസ് ഈക്വൽ ടു ഒ പി മൈനസ് ഒ എക്സ് എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ പി എക്സിന് വരും നമുക്ക് എന്ത് എഴുതാം? ഒ പി എത്ര? ഒ പി നമുക്ക് ഡി ആണ്. ഒ എക്സ് എത്ര? ആർ. അപ്പൊ നമുക്ക് ഇവിടെ ഡി മൈനസ് ആർ എന്ന് എഴുതാം. ഇനി പി വൈ, പി തൊട്ട് വൈ വരെയുള്ള നീളം, പി തൊട്ട് വൈ വരെയുള്ള നീളം. അപ്പൊ പി വൈ എത്ര? പി വൈ ഈക്വൽസ് ഒ പി പ്ലസ് ഒ വൈ. ഒ പി എത്ര? ഡി. ഒ വൈ എത്ര? ഡി പ്ലസ് ആർ. അപ്പൊ നമുക്ക് ഇവിടെ ഡി പ്ലസ് ആർ എന്ന് കൊടുക്കാം. അപ്പൊ ഡി മൈനസ് ആർ ഇൻറ്റു ഡി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. എത്ര? പി ടി സ്ക്വയർ. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടും ഇവിടെ. എന്താണ് ആ റിലേഷൻ? നോട്ട് എഴുതാം. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ പി ടി സ്ക്വയർ. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ പി ടി സ്ക്വയർ. ഇതനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. Page 222, question number 1. In the picture, a line from the center of a circle cuts a chord into two parts. What is the radius of the circle? ചിത്രം തന്നിട്ടുണ്ട്, റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചിത്രം വരച്ച് ചെയ്യാൻ നോക്കാം. ഇതാണ് ചിത്രം. ഇവിടെ കോഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. ഇത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ കോഡ് 2 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഡി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ച റിലേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച തത്വം അനുസരിച്ച്, നമ്മൾ പഠിച്ച റിലേഷൻ അനുസരിച്ചാണ് നമ്മൾ കണക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ എക്സും വൈ എന്നും കൊടുക്കാം കോഡിന്. ഇത് എക്സ്, ഇത് വൈ, ഇത് പി. നമ്മൾ പഠിച്ച റിലേഷൻ എന്താണ്? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അത് നമുക്ക് എഴുതാം. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. If they intersect inside the circle. അതാണ് ഈ റിലേഷൻ. പി എക്സ് എത്ര? 3. 3 ഇൻറ്റു 1 ഈക്വൽസ് റേഡിയസ് ആണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർ സ്ക്വയർ മൈനസ് ഡിസ്റ്റൻസ് എത്ര? സെൻറ്റർ ടു ദ കോഡ് 2 സെൻറ്റിമീറ്റർ, 2 സ്ക്വയർ. 3 ഇൻറ്റു 1 ഈസ് 3. 3 ഈക്വൽസ് ആർ സ്ക്വയർ മൈനസ് 4. അപ്പോൾ ഈ 4നെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 3 + 4 7 എന്ന് കിട്ടും. ആർ സ്ക്വയർ ഈക്വൽസ് 3 + 4 ഈക്വൽ ടു 7. ആർ സ്ക്വയർ 7 ആകുമ്പോൾ ആർ എത്ര? therefore ആർ ഇസ് ഈക്വൽ ടു √7. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി. എത്ര? √7 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈക്വൽസ് √7 സെൻറ്റിമീറ്റർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ.